ഹലോ, ഇന്നത്തെ റെസിപ്പി കണവത്തോരനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കണവ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു മാറ്റുക. അടുത്തതായി മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. ഇത്രയൊന്ന് നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് കൊച്ചുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കുക. ഈ ടൈമിൽ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഞങ്ങളത് ചേർക്കുന്നില്ല. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കൊച്ചുള്ളി വാട്ടിയെടുക്കുക. കൊച്ചുള്ളി പെട്ടെന്ന് വാടാനായിട്ടാണ് ഈ ടൈമിൽ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വാടി വന്നാൽ നമ്മൾ മുറിച്ച് മാറ്റിയ കണവ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണവ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല, ഇതിൽ നിന്നും തന്നെ വെള്ളം ഊർന്നിറങ്ങിക്കോളും. കണവ വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ അരപ്പ് ചേർക്കാം. അതിനായിട്ട് ചിരകിയ തേങ്ങ, പച്ച മഞ്ഞപ്പൊടി, പച്ചമുളക് പൊടി, കൊച്ചുള്ളി ഇത്രയൊന്ന് ചതച്ചെടുത്ത് കണവയിലേക്ക് ചേർക്കാം. വെള്ളം നന്നായി പറ്റി വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ കടുക് വറുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.